ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 12ാമത്തെ യൂണിറ്റായ ചരിത്രത്തിൻ്റെ ആധാരശിലകളുടെ ഡീറ്റെയിൽഡ് നോട്ട്സാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു. ഇന്നിപ്പോൾ ഇത് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഇതോടെ നമ്മുടെ ഈ നോട്ട്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ് റൂമിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ക്ലാസ് റൂം വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ വീഡിയോസിൻ്റെ ലിങ്കൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. നോക്കിയോളൂ. ക്വസ്റ്റ്യൻ: ചരിത്ര രചനയ്ക്ക് ഉപയോഗപ്രദമായ പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ് സാഹിത്യ സ്രോതസ്സുകൾ. എന്തുകൊണ്ട്? സാഹിത്യകൃതികൾ അവ എഴുതപ്പെട്ട കാലഘട്ടത്തിന്റെ ചരിത്രം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. ഉദാഹരണത്തിന് 12ാം നൂറ്റാണ്ടിലും 15ാം നൂറ്റാണ്ടിലും എഴുതപ്പെട്ട മണിപ്രവാള സാഹിത്യകൃതികൾ ആ കാലഘട്ടത്തിലെ നാടുവാഴി സമ്പ്രദായത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. മലബാറിലെ വടക്കൻ പാട്ടുകൾ മധ്യകാലഘട്ടത്തിലെ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നു. 19ാം നൂറ്റാണ്ടിൽ ചന്തുമേനോൻ എഴുതിയ ഇന്ദുലേഖ മലബാറിന്റെ സാമൂഹിക ചരിത്രം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. കേരളത്തിന്റെ പ്രാചീന ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന സാഹിത്യ സ്രോതസ്സുകളാണ് തമിഴിൽ രചിക്കപ്പെട്ട സംഘസാഹിത്യ കൃതികൾ. അടുത്ത ക്വസ്റ്റ്യൻ: 15ാം നൂറ്റാണ്ടിൽ കോഴിക്കോട്ടെത്തിയ പേർഷ്യൻ സഞ്ചാരിയായ അബ്ദുൾ റസാഖിന്റെ കോഴിക്കോട് തുറമുഖത്തെക്കുറിച്ച് വിവരിക്കുന്നതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കച്ചവട കപ്പലുകൾ വിലയേറിയ വസ്തുക്കളുമായി ഇവിടെ എത്തുകയും അവ എളുപ്പത്തിൽ വിറ്റഴിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതാണ്? കോഴിക്കോട് കടപ്പുറത്താണ് കേട്ടോ. ഇനി കമ്പോളത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തവും രാജാവിനാണ്. കമ്പോളത്തിലേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളുടെ 1/4 40ൽ ഒരു ഭാഗം ചുങ്കമായി നൽകണം. പ്രധാനമായും കയറ്റി അയക്കുന്നത് കുരുമുളകാണ്. ഇവിടുത്തെ ജനങ്ങൾ സമുദ്ര വ്യാപാരത്തിൽ സമർത്ഥരാണ്. അടുത്ത ക്വസ്റ്റ്യൻ: പ്രാദേശിക ചരിത്ര രചനയിൽ സഞ്ചാരക്കുറിപ്പുകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്തുകൊണ്ട്? നോക്കിയോളൂ. പ്രത്യേക സ്ഥലങ്ങൾ, സംഭവങ്ങൾ, സംസ്കാരം എന്നിവയുടെ നേരിട്ടുള്ള അനുഭവങ്ങൾ നൽകാൻ സഞ്ചാരക്കുറിപ്പുകൾക്ക് കഴിയും. ഇത് ഒരു പ്രദേശത്തിന്റെ ചരിത്രം, ഭൂമിശാസ്ത്രം, സാമ്പത്തിക ഘടന, സാമൂഹിക ജീവിതം എന്നിവയിലേക്ക് വെളിച്ചം വീശുന്നു. എന്താണ് ഈ സഞ്ചാരക്കുറിപ്പുകൾ അല്ലെങ്കിൽ ട്രാവലോഗ് എന്ന് പറഞ്ഞാൽ? ഒരു വ്യക്തി ആ പർട്ടിക്കുലർ പ്രദേശത്ത് പോയി അവിടെ കണ്ട കാര്യങ്ങൾ ഒരു കുറിപ്പായിട്ട് എഴുതും. അതിനെയാണ് നമ്മൾ സഞ്ചാരക്കുറിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വ്യക്തി നേരിട്ട് കണ്ട് അനുഭവിച്ച കാര്യങ്ങളാണ് അദ്ദേഹം എഴുതുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്? നേരിട്ടുള്ള അനുഭവങ്ങൾ നൽകാൻ സഞ്ചാരക്കുറിപ്പുകൾക്ക് കഴിയും എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കേരളത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ചില വിദേശ സഞ്ചാരികളും അവരുടെ രാജ്യങ്ങളും പട്ടികപ്പെടുത്തുക. ഏതൊക്കെയാണ്? സഞ്ചാരി, അദ്ദേഹത്തിന്റെ രാജ്യം. സഞ്ചാരി ഏതൊക്കെയാ? മെഗസ്തനിസ് ഏത് രാജ്യക്കാരനാണ്? ഗ്രീസ്. സുലൈമാൻ പേർഷ്യ. അബ്ദുൾ റസാഖ് പേർഷ്യ. മാർക്കോ പോളോ വെനീസ്. ഇബ്നു ബത്തൂത്ത മൊറോക്കോ. നിക്കോളോ കോണ്ടി വെനീസ്. മാഹ്വാൻ ചൈന. ബാർബോസ പോർച്ചുഗൽ. അപ്പോൾ ഇത് ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. ഒരു സൈഡിൽ സഞ്ചാരികളുടെ പേര്, മറ്റേ സൈഡിൽ അവരുടെ രാജ്യം അങ്ങ് ഓർഡർലെസ് ആയിട്ട് കൊടുത്തേക്കും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടി ചോദിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ: എന്തുകൊണ്ടാണ് മിക്ക ആത്മകഥകളും ജീവചരിത്രങ്ങളും ചരിത്രരചനയ്ക്ക് ഉപയോഗിക്കാവുന്ന സാഹിത്യ സ്രോതസ്സുകളായി കണക്കാക്കുന്നത്? ആത്മകഥകളും ജീവചരിത്രങ്ങളും അത് എഴുതിയ പ്രദേശത്തിന്റെ അല്ലെങ്കിൽ കാലഘട്ടത്തിന്റെ വിവിധ മേഖലകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: ചരിത്ര രചനയിൽ വർത്തമാന പത്രങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ ചരിത്ര രചനയുമായിട്ട് ബന്ധപ്പെട്ട സ്രോതസ്സുകൾ ഏതാണ്? ആ ഓരോ സ്രോതസ്സും എങ്ങനെയാണ് ചരിത്ര രചനയെ സഹായിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ഓരോന്നായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഓരോ ക്വസ്റ്റ്യനായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓരോ സ്രോതസ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വസ്തുതകളും പഠിച്ചു വച്ചിരിക്കണം. എന്നാലേ നമുക്ക് എക്സാമിന് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും നല്ല മാർക്ക് സ്കോർ ചെയ്യണം കേട്ടോ. ചരിത്രത്തെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗമായി പത്രങ്ങൾ മാറി. ഇന്ത്യയിലെ വിദേശാധിപത്യത്തിന്റെ ചരിത്രം മനസ്സിലാക്കാൻ ചരിത്ര വിദ്യാർത്ഥികൾ ഉപയോഗിച്ചിരുന്ന പ്രധാന സ്രോതസ് അക്കാലത്തെ വർത്തമാന പത്രങ്ങളാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ചരിത്രത്തിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും അറിയാൻ വർത്തമാന പത്രങ്ങൾ നമ്മെ സഹായിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: ഒരു നിശ്ചിത പ്രദേശത്തെ മുൻകാല സംഭവങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പ്രാദേശിക ചരിത്രം. പ്രാദേശിക ചരിത്ര രചനയ്ക്കായി നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? 1. പ്രാദേശിക നിരീക്ഷണം. 2. കുടുംബ ചരിത്രം. 3. ഓർമ്മകൾ അല്ലെങ്കിൽ വാമൊഴി. 4. പണയരേഖകളും ആധാരങ്ങളും. 5. സ്ഥലനാമ ചരിത്രങ്ങൾ. 6. ഔദ്യോഗിക രേഖകൾ.
7 നാട്ടറിവുകൾ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, പാട്ടുകൾ. അടുത്തത് പ്രാദേശിക ചരിത്ര രചനയ്ക്ക് പ്രാദേശിക നിരീക്ഷണം അനിവാര്യമായിരിക്കുന്നത് എന്തുകൊണ്ട്? ഒരു പ്രാദേശിക സമൂഹം നിലനിൽക്കുന്ന ഭൂപ്രദേശം, അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, ദിക്കുകൾ, സസ്യജന്തുജാലങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കൃഷിരീതികൾ എന്നീ വൈവിധ്യങ്ങൾ മനസ്സിലാക്കുന്നതിന് പ്രാദേശിക നിരീക്ഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് പ്രാദേശിക നിരീക്ഷണത്തിലൂടെ ചരിത്ര രചനയ്ക്ക് ആവശ്യമായ മറ്റെന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്? ഏതൊക്കെയാണ്? ആഹാരം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഭാഷ, സാഹിത്യം, കല, വിനോദം, സഞ്ചാരം, വാർത്താവിനിമയം. അടുത്തത് വാമൊഴി ചരിത്രം എന്താണ്? പ്രാദേശിക ചരിത്ര രചനയിൽ അവയുടെ പ്രാധാന്യം എന്താണ്? നേരിട്ടുള്ള അനുഭവങ്ങളുള്ള ഒരു തലമുറയിൽ നിന്ന് നേരിട്ട് അനുഭവങ്ങളുള്ള ഒരു തലമുറയിൽ നിന്ന് ശേഖരിക്കുന്ന ഓർമ്മകളാണ് വാമൊഴി ചരിത്രം. എന്താണ്? നേരിട്ട് അനുഭവങ്ങളുള്ള ഒരു തലമുറയിൽ നിന്ന് ശേഖരിക്കുന്ന ഓർമ്മകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാമൊഴി ചരിത്രം എന്ന് പറയുന്നത്. ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, വസ്ത്രധാരണ രീതി, രുചിശീലങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ആ സ്ഥലത്തിന്റെ ചരിത്രം എഴുതുന്നതിനും വാമൊഴി വിവരണങ്ങൾ അനിവാര്യമാണ്. സമൂഹത്തിൽ നിലനിന്നിരുന്ന സമ്പ്രദായങ്ങളും കാലക്രമേണ ഉണ്ടായ മാറ്റങ്ങളെയും ഒക്കെ വിശകലനം ചെയ്യാൻ ഈ ഓർമ്മകൾ നമ്മെ സഹായിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാദേശിക ചരിത്ര രചനയിൽ കുടുംബ ചരിത്രം പ്രാധാന്യമർഹിക്കുന്ന ഒരു സാഹിത്യ സ്രോതസ്സാണ് എന്തുകൊണ്ട്? ഒരു ഗ്രാമത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ വളർച്ചയിൽ വ്യക്തികൾ നടത്തിയ ഇടപെടലുകളെയോ സംഭാവനകളെയോ കുറിച്ചുള്ള വിവരങ്ങൾ വസ്തുനിഷ്ഠത ഉറപ്പാക്കി ശേഖരിക്കുക എന്നത് പ്രാദേശിക ചരിത്രകാരന്റെ ഉത്തരവാദിത്തമാണ്. ഇവിടെ കുടുംബ ചരിത്രം എന്നതുകൊണ്ട് ഒരു വ്യക്തിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ആ പർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ വ്യക്തി ആ പ്രദേശത്തിൻ്റെ, നമ്മുടെ ലോക്കൽ ഹിസ്റ്ററി റൈറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രദേശത്തിൻ്റെ വളർച്ചയിൽ എന്തൊക്കെ സംഭാവനകൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അതാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തേണ്ടത് കേട്ടോ. പ്രാദേശിക ചരിത്ര രചനയിൽ കുടുംബ ചരിത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചരിത്ര രചനയിൽ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഔദ്യോഗിക രേഖകൾ, ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഔദ്യോഗിക രേഖകൾ ഏതൊക്കെയാണ്? സെൻസസ് റിപ്പോർട്ടുകൾ, ഗസറ്റ് രേഖകൾ, കോടതി രേഖകൾ, സർവേ റിപ്പോർട്ടുകൾ, നികുതി രേഖകൾ, പോലീസ് റിപ്പോർട്ടുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന രേഖകൾ. ഇത് പ്രാദേശിക ചരിത്ര രചനയ്ക്ക് കോടതി രേഖകൾ എങ്ങനെ ഉപയോഗപ്രദമാണെന്ന്. ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിനെതിരായ പോരാട്ടങ്ങളുടെയും കലാപങ്ങളുടെയും വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോടതി രേഖകളിലൂടെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പ്രാദേശിക ചരിത്ര രചനയ്ക്ക് സെൻസസ് റിപ്പോർട്ടുകൾ എങ്ങനെ ഉപയോഗപ്രദമാണ്? ഒരു പ്രദേശത്തെ ജനസംഖ്യയെയും ജനവിഭാഗങ്ങളെയും മനസ്സിലാക്കാൻ സെൻസസ് റിപ്പോർട്ടുകൾ നമ്മെ സഹായിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാദേശിക ചരിത്ര രചനയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതൊരു 9 എണ്ണം ഉണ്ട്. 1, 2, 3 നമ്പർ ഇട്ട് 9 എണ്ണം എഴുതിയിട്ടുണ്ട്. ആ ഓരോ പോയിന്റിന്റെയും എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ പോയിന്റും അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കീവേഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വച്ചേക്കണം. ഒന്നാമത്തത് ഭൂപ്രകൃതി. ഒരു പ്രദേശത്തിന്റെ കൃത്യമായ ഭൂമിശാസ്ത്രപരമായ അതിരുകൾ, പ്രകൃതിദത്ത സവിശേഷതകളിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? കുന്ന്, നദി, തണ്ണീർത്തടങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്നിവ പ്രാദേശിക ചരിത്ര രചനയിൽ ഉണ്ടായിരിക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ പ്രാദേശിക ചരിത്ര രചനയിൽ ഉണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തത് ചരിത്ര സ്മാരകങ്ങൾ. പ്രദേശത്തെ ആവാസ കേന്ദ്രങ്ങൾ, മഹാശിലകൾ, ശിലാലിഖിതങ്ങൾ, കോട്ടകൾ, ആരാധനാലയങ്ങൾ മുതലായവയെക്കുറിച്ചുള്ള പരാമർശം ഉണ്ടായിരിക്കണം. അപ്പോൾ ചരിത്ര സ്മാരകങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിരിക്കണം. ഏതിലാണ്? പ്രാദേശിക ചരിത്ര രചനയിൽ കേട്ടോ. ഇനി അടുത്ത മൂന്നാമത്തത് ഉപജീവനം. പ്രദേശത്തെ പ്രധാന കൃഷി, കൈത്തൊഴിൽ, വ്യാപാര കേന്ദ്രങ്ങൾ, ആതുര ശുശ്രൂഷ, വൈദ്യസേവനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സൂചനകൾ ഉണ്ടായിരിക്കണം. അടുത്തത് നാലാമത്തത് അതിജീവന മാതൃകകൾ. പേമാരി, വരൾച്ച, പകർച്ചവ്യാധികൾ, കുടിയിറക്കൽ, ദാരിദ്ര്യം തുടങ്ങിയ പ്രശ്നങ്ങളെ പ്രതിരോധിച്ചതിന്റെ വിശകലനം ഉൾപ്പെടുത്തണം. ഇനി സാംസ്കാരിക സ്ഥാപനങ്ങൾ, അതിലെന്തൊക്കെയാ? പ്രദേശത്തെ വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസം, ലൈബ്രറികൾ മുതലായവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വിവരിക്കണം. അടുത്തത് ഭൂബന്ധങ്ങൾ. പ്രദേശത്തെ കാർഷിക ബന്ധങ്ങൾ, ജന്മി സമ്പ്രദായം, പഴയ സ്ഥിതി വിവര കണക്കുകൾ എന്നിവയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തണം. ഭൂബന്ധങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തേണ്ടത് ഇതൊക്കെയാണ് കാർഷിക ബന്ധങ്ങൾ, പിന്നെ ജന്മി സമ്പ്രദായം, പഴയ സ്ഥിതി വിവര കണക്കുകൾ. ഇനി ദേശീയ ബോധം.
പ്രദേശത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, ദേശീയ വ്യക്തിത്വങ്ങൾ എന്നിവ പ്രതിപാദിക്കാം. ആ ഒരു പർട്ടിക്കുലർ പ്രദേശത്തെ, അതായത് നമ്മൾ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിങ്ങിന് വേണ്ടി തിരഞ്ഞെടുത്ത പ്രദേശത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, അവിടുത്തെ ദേശീയ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, പിന്നെ അവിടുത്തെ ദേശീയ വ്യക്തികൾ ആരൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വികസനവും, പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തണം. അടുത്ത 9ാമത്തേത് ഗ്രന്ഥസൂചി. ചരിത്രരചനയുടെ ആധികാരികത ഉറപ്പാക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഗ്രന്ഥസൂചി. ചരിത്രരചനയ്ക്ക് ഉപയോഗിക്കുന്ന എല്ലാ സ്രോതസ്സുകളുടെയും വിശദമായ പട്ടികയാണിത്. അപ്പോൾ ചരിത്രരചനയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സസ് അല്ലെങ്കിൽ സ്രോതസ് ഏതാണോ അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു പട്ടികയാണ് ഗ്രന്ഥസൂചി എന്ന് പറയുന്നത്. സാധാരണയായി പഠനത്തിൻ്റെ അവസാനത്തിലാണ് ഗ്രന്ഥസൂചി നൽകുന്നത്. ആ ഒരു പർട്ടിക്കുലർ പ്രദേശത്തെക്കുറിച്ചുള്ള പഠനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നമ്മൾ ചേർക്കുന്ന ഒരു കണ്ടന്റാണ് എന്ന് പറയുന്നത് ഗ്രന്ഥസൂചി എന്നത്. അടുത്തത് പ്രാദേശിക ചരിത്ര രചനയുടെ ഘടന എങ്ങനെയായിരിക്കണം, അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന, അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. 1ാമത് തലക്കെട്ട്, 2ാമത് ഉള്ളടക്കം അല്ലെങ്കിൽ കുട്ടിയുടെ പ്രസ്താവന, 3ാമത് സാക്ഷ്യപത്രം, 4ാമത് നന്ദി പ്രസ്താവന, 5ാമത് ആമുഖം, 6ാമത് അധ്യായങ്ങൾ, 7ാമത് ഉപസംഹാരം, പിന്നീട് 8ാമത് പരാമർശങ്ങളിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അഭിമുഖത്തിൽ പങ്കെടുത്തവരുടെ പേരുകൾ, സന്ദർശിച്ച സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് ആണ് പരാമർശങ്ങൾ എന്നതിൽ ഉൾപ്പെടുത്തേണ്ടത്. പിന്നെ അനുബന്ധങ്ങൾ, അതിലെന്തൊക്കെയാണ്, അതിൽ ഫോട്ടോകൾ, പാട്ടുകൾ, ചോദ്യാവലി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അനുബന്ധങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടത്. പിന്നെ ഏറ്റവും അവസാനം ഉൾപ്പെടുത്തേണ്ടത് എന്താണ്, ഗ്രന്ഥസൂചി. അടുത്തത് പ്രാദേശിക ചരിത്ര രചനയുടെ പ്രാധാന്യം എന്താണ്. നമ്മുടെ നഷ്ടപ്പെട്ട സംസ്കാരം വീണ്ടെടുക്കാൻ പ്രാദേശിക ചരിത്ര രചന നമ്മെ സഹായിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാദേശിക ചരിത്ര രചനയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. ജീവിതത്തിൽ നിരന്തരം സംഭവിക്കുന്ന മാറ്റങ്ങൾ കണ്ടെത്തൽ 1ാമത്തെ ലക്ഷ്യം. 2ാമത്തത് ഭാവിയിലേക്കുള്ള വഴികൾ രൂപപ്പെടുത്തൽ. 3ാമത്തത് വരും തലമുറകൾക്ക് നാടിൻ്റെ ചരിത്രം പകർന്നു കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, ഈ 3എണ്ണമാണ് ആ പ്രാദേശിക ചരിത്ര രചനയുടെ ലക്ഷ്യങ്ങളായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ യൂണിറ്റ് 10 നോട്ട്സ് ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് നേരത്തെ തന്നെ നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ അറിയാലോ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് വരാൻ പോകുന്നത്. 8ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വരുമ്പോൾ നമുക്ക് നേരത്തെ തന്നെ അതിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ്സുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക.